السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്തൊരു രാഷ്ട്രീയ പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു, അല്ലാഹു തആലയോട് കാര്യങ്ങൾ പറയാൻ എന്തിനാണ് ഈ ഇടയാളന്മാർ, നേരെ പറഞ്ഞാൽ പോരെ, ഞാൻ അതിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞു പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അദ്ദേഹത്തെ ഉപദേശിക്കുകയുണ്ടായി. വിവരക്കുറവ് കൊണ്ട് പറഞ്ഞതാണ്, പഠിക്കണം എന്നൊക്കെ പറഞ്ഞത് ഇസ്ലാമിൻ്റെ ആശയത്തിന് വിരുദ്ധമാണ്, മുനാഫിക്കുകളുടെ സ്വഭാവമാണ്, മാത്രമല്ല പരിശുദ്ധ ഖുർആനിലെ 20ഓളം ആയത്തുകൾക്ക് വിരുദ്ധവുമാണ് ഇത് എന്ന് പറഞ്ഞു. 20 ആയത്തുകളും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ മൗലവിമാർക്ക് സഹിക്കുന്നില്ല. അതിൽപ്പെട്ടൊരു മൗലവി, അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, അയാൾ മറുപടിയുമായി വരികയാണ്. അതും വലിയ ആളുകൾക്കാണ് അയാൾ മറുപടി പറയാറുള്ളത്. പേരോട് ഉസ്താദ്, പൊന്മുള ഉസ്താദ്, ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് മറുപടി പറഞ്ഞാലാണ് അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാകുക. അയാൾ പറഞ്ഞു, എന്തിനാണ് 20 ആയത്തുകൾ, ഒരായത്തെങ്കിലും കൊണ്ടുവരാൻ കഴിയും, ഒരൊറ്റ ആയത്ത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സമസ്തയുടെ ഉലമാക്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്നു. നമുക്കൊന്ന് കേട്ടുനോ. നേരിട്ട് പടച്ചവരോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിന്റെ ആളാ, ഇടയാളന്മാർ വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത്. അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആയത്തറിയാമോ? ഹദീസ് അറിയാമോ? ഞാൻ പറയട്ടെ, 20ഓളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. 20 എണ്ണൊന്നും വേണ്ട ഉസ്താദെ, ഒരെണ്ണം നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും വിശുദ്ധ ഖുർആനിൽ നിന്ന്? ഒരെണ്ണം ഇരു സമസ്തയുടെയും നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നു, ഒരെണ്ണം ഇല്ല. നമുക്കൊന്ന് പരിശോധിക്കാം. പാപങ്ങൾ പൊറുക്കുന്നവനും രോഗങ്ങളൊക്കെ ശിഫയാക്കുന്നവനും വിശപ്പ് മാറ്റുന്നവനും ദാഹം തീർക്കുന്നവനും എന്ന് വേണ്ട എല്ലാം സൃഷ്ടിക്കുന്നവനും നൽകുന്നവനും റബ്ബ് തആലയാണെന്നതിൽ ആർക്കാണ് തർക്കമുള്ളത്? വിശ്വാസികൾക്കത് തർക്കമില്ലല്ലോ. മറിച്ച് അല്ലാഹു തആലയോട് പാപം പൊറുപ്പിക്കാൻ, രോഗം ശിഫയാക്കാൻ, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വസീല തേടാൻ പാടില്ല, അസ്ബാബുമായി ബന്ധപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ ഇടയാളന്മാരെ തേടാൻ പാടില്ല എന്ന് എവിടെന്ന് കിട്ടിയതാണ്? അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ പറഞ്ഞിട്ടില്ലേ? ആറം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? എന്തിനധികം പറയണം, നാം നമ്മുടെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് റബ്ബാണെന്ന് വിശ്വസിക്കലോട് കൂടെ രോഗം ശിഫയാക്കുന്നതിന് വേണ്ടി ഡോക്ടറെ സമീപിക്കുന്നു, ആ വസീല തേടുന്നു, ആ ശുപാർശ തേടുന്നു, മരുന്നിന്റെ സഹായം തേടുന്നു, വിശപ്പ് മാറ്റാൻ ഭക്ഷണം കഴിക്കുന്നു. ഈ വക ദുനിയവിയായ അസ്ബാബുകളുമായൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നു. മറിച്ച് അതിൽ നിന്നൊക്കെ മാറി പൂർണ്ണമായും തവക്കുലായി അല്ലെങ്കിൽ പൂർണ്ണമായും മുറിഞ്ഞി തവക്കുലിന്റെ അധികാരമാവാനാണ് കൽപ്പന നമ്മോട് തേടപ്പെടുന്നത്. എല്ലാവർക്കും കഴിയില്ല. പക്ഷേ അങ്ങനെയുള്ള അസ്ബാബുകളെ മാറ്റി നിർത്തിയാലും അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെ കൊണ്ടും ഇട തേടണമെന്നും അവരെ സമീപിക്കണമെന്നുമാണ് ഖുർആന്റെ കൽപ്പന. അല്ലാഹുവുള്ള ഇബാദത്തിന്റെ ഭാഗമാണ്. അല്ലാഹു ആദരിച്ച ബഹുമാനിച്ചവരെ മഹബത്ത് വെക്കുകയും അവരെ കൊണ്ട് ബറക്കത്തെടുക്കുകയും അവരോട് ചെന്ന് അവരെ ബഹുമാനിക്കുകയും അവരുടെ അവമത്തിനെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലാഹുവിന്റെ മഹബത്തുണ്ടാകാനും കാര്യം സാധിപ്പിക്കാനും പാപം പൊറുക്കാനും രോഗം ശിഫയാക്കാനും ഒക്കെയും കാരണമാണ്. അത് എളുപ്പമാണെന്നാണ് ഖുർആൻ ശരീഫിൽ പഠിപ്പിക്കുന്നത്. നമുക്ക് ഒരു ആയത്ത് പരിശോധിക്കാം, ഒരൊറ്റ ആയത്ത് നമുക്ക് മാത്രം പരിശോധിക്കാം. അതിനുള്ള ഒരു 6 എൻ്റെ പക്കൽ ഇവിടെ ഒരു 6 വ്യാഖ്യാനങ്ങൾ, ഗ്രന്ഥങ്ങളുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാം. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും യത്ലബൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. എന്താണ് ഈ ആയത്തിൽ നമ്മോട് അല്ലാഹു കൽപ്പിക്കുന്നത്? തെറ്റ് ചെയ്തവർ, പാപങ്ങൾ ചെയ്തവർ, അവർ വേദനയോടെ വിഷമത്തോടെ അങ്ങയെ സമീപിക്കുന്നു. ജാഊക, നബി തങ്ങളെ അങ്ങയുടെ അടുക്കിലേക്ക് അവർ വന്നു. എന്നിട്ട് തൗബയോട് കൂടി ഇഖ്ലാസോട് കൂടി അല്ലാഹുവോട് പൊറുക്കലിനെ തേടി. പോരാ, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂലാകുന്ന അങ്ങ് അവർക്ക് വേണ്ടി അല്ലാഹുവോട് റെക്കമെൻഡ് ചെയ്തു, അങ്ങ് ഇടയാളനായി നിന്നു. എന്നാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹു തആലയെ അവർ പൂർണ്ണമായും തൗബ സ്വീകരിക്കുന്നവനായിട്ടും കൃപാകടാക്ഷം വർഷിക്കുന്നവനായിട്ടും എത്തിച്ചു കഴിഞ്ഞു എന്ന് അല്ലാഹു തആല തീർത്ത് പറയുകയാണ്. നോക്കുക, ഈ ആയത്തിന്റെ ഒരു തഫ്സീർ ബഹുമാനപ്പെട്ട
ഫഹ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അവർ 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായിരുന്നു. ഹിജറ 564 ജനിച്ച് 606 വഫാത്തായ വലിയ പണ്ഡിതനാണ്, ആർക്കും തർക്കമില്ല. അവിടുത്തെ പ്രസിദ്ധമായ തഫ്സീറുൽ കബീർ പറയുന്നു. ഈ ആയത്ത് ഓതിക്കൊണ്ട് അവിടെ വിശദീകരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത്. അവർക്ക് റബ്ബിനോട് നേരെ അങ്ങോട്ട് തൗബ ചെയ്ത് പറഞ്ഞാൽ പോരെ, അവർ തൗബ മഖ്ബൂലാകില്ലേ? എന്തിനു വേണ്ടിയാണ് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലാനും റസൂലുള്ളാഹിന്റെ ഇസ്തിഗ്ഫാറിനെ അവർ ഇസ്തിഗ്ഫാറിലേക്ക് കൂട്ടാനും പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? അതിനുള്ള ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞാൽ അവ്വലു വസ്സാനി അസ്സാലിസ്, മൂന്നാമത്തെ ന്യായം പറയുന്നു ലഅല്ലഹും ഇദാ അത്തൗ ബിത്തൗബത്തി അത്തൗ ബിഹാ അലാ വജ്ഹിൽ ഖലൽ, അവർ ഒരു പക്ഷേ തൗബ ചെയ്യുന്നത് ഖലലോടുകൂടെ ആയിരിക്കും, അതിനും കുറവുണ്ടായിരിക്കും. നമ്മൾക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ചെയ്യുന്നത് തന്നെ ഇബാദത്തുകളിലും ഖലലുണ്ട്, തൗബയിലും വന്നേക്കാം. എന്നാൽ ആ തൗബയിലേക്ക്, അവരുടെ തൗബയിലേക്ക്, പാപികളുടെ തൗബയിലേക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ഇസ്തിഗ്ഫാറും റക്കമെന്നും കൂടെ കൂടുമ്പോൾ സ്വാറത്ത് മുസ്തഹിഖത്തൻ ലിൽ ഖബൂൽ, അത് സ്വീകാര്യയോഗ്യമായി കഴിഞ്ഞു. നോക്കുക, ഇവിടെ പറയുകയാണ് എന്നോട് പറഞ്ഞു, അങ്ങനെ പൂർണ്ണമായി റസൂൽ അവരോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ, അവിടെ പറയുക എന്തിനു വേണ്ടിയാണ് റസൂലുള്ളാഹി തങ്ങളുടെ ആ പ്രയോഗത്തെ കുറിച്ച് അല്ലാഹു വസ്തഗ്ഫറ ലഹും റസൂൽ അവരോട് പൊറുക്കലിനെ തേടിയാൽ എന്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അവരുടെ അടുക്കലേക്ക് വരികയും വന്നിട്ട് തങ്ങൾ പൊറുക്കലിനെ തേടുകയും ചെയ്താൽ എന്ന് പറഞ്ഞതിന് സ്ഥാനം ആ ഖിതാബിൽ നിന്ന് വൈബത്തിലേക്ക് തെറ്റി റസൂൽ പൊറുക്കലിനെ തേടുകയും ചെയ്തത് എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഇജ്ലാലിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി തങ്ങളെ ആദരിക്കാൻ വേണ്ടിയും ബഹുമാനിച്ചതുകൊണ്ടുമാണ്. മാത്രമല്ല വഅന്നഹും ഇദാ ജാഊഹു ഫഖദ് ജാഊ മൻ ഖസ്സഹുല്ലാഹു ബിരിസാലതിഹി വഅക്രമഹു ബിവഹ്യിഹി, അവർ വന്നിരിക്കുന്നത് അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച ഒരു വ്യക്തിയുടെ അടുക്കലേക്കാണ്. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, റിസാലത്ത് കൊണ്ടും വഹ്യ് കൊണ്ടും ആദരിച്ചു എന്ന് മാത്രമല്ല അവിടുത്തെ അല്ലാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള മധ്യവർത്തിയാക്കി, ശുപാർശകനാക്കി, സഫീറാക്കിയിട്ട് ആക്കിയ ഒരാളുടെ അടുക്കലേക്കാണ് വരുന്നത്. അങ്ങനെയുള്ള ആളുകളെ സമീപിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അള്ളാഹു തട്ടിക്കളയില്ല ഷഫായത്തിനെ. അവിടുത്തെ റെക്കമെന്റ്, ശുപാർശ, ആ ഇടയാളത്തരം അള്ളാഹു തട്ടിക്കളയില്ല. നോക്കുക, ഇത് ഇമാം ഫഖ്റുദ്ദീൻ റാസി അവിടുത്തെ തഫ്സീർ പറയുകയാണ്. നോക്കുക, നമുക്ക് മറ്റൊരു തഫ്സീർ പരിശോധിക്കാം. ബഹുമാനപ്പെട്ട തഫ്സീറുൽ ഖുർആനിൽ അദീം ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ അവർ 774 7-ാം നൂറ്റാണ്ടിൽ വഫാത്തായി പോയ ഒരു വലിയ മഹാപണ്ഡിതനാണ് ഹാഫിദ് ഇബ്നു കസീർ. അവരുടെ വിശദീകരണം നമുക്ക് നോക്കുക. ഈ ആയത്ത് ഓടിക്കൊണ്ട് ബഹുമാനപ്പെട്ട് പറയുകയാണ്, അള്ളാഹു ഇർഷാദ് ചെയ്യുന്നു, അള്ളാഹു ഉപദേശിക്കുന്നു, നിർദ്ദേശിക്കുന്നു പാപികളായ തെറ്റുകാരായ ആളുകളിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ അവർ നബി തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലണം. റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ ആ ബറക്കത്ത് തേടിക്കൊണ്ട് തന്നെ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ നിന്ന് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. മാത്രമല്ല നബി തങ്ങളോട് നേരിട്ട് റെക്കമെന്റ് ചെയ്യണം, റെക്കമെന്റ് പറയാൻ, അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്തു തരാൻ, ശുപാർശ ചെയ്തു തരാൻ നബി തങ്ങളോട് ആവശ്യപ്പെടണം. അങ്ങനെ അല്ലാഹു ഇങ്ങനെ ചെയ്താൽ അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും, തൗബ സ്വീകരിക്കും, കൃപ ചെയ്യും. നോക്കുക, എത്ര വ്യക്തമായിട്ടാണ് ആ കാര്യവും പറഞ്ഞത്. നമ്മളൊക്കെ ഈ പ്രഭാഷകരൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പാടിപ്പതിഞ്ഞ 1-2 ആയത്തുകളുണ്ട്. എന്റെ അടിമകൾ അങ്ങയോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ അങ്ങ് പറയണം, ഞാൻ സമീപസ്ഥനാണ്, ദുആ ചെയ്യുന്നവരോട്, പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. ആർക്കാ തർക്കമുള്ള വിഷയത്തിൽ? വേറെ ആയത്തോട് ഏത് എന്താണ് എന്നെ എനിക്ക് നിങ്ങൾ ആരായത് ദുആ ചെയ്യണം, എന്നോട് ദുആ ചെയ്യണം, ഞാൻ ഉത്തരം ചെയ്യും. തർക്കമാർക്കലുണ്ടോ? അള്ളാഹു ഉത്തരം ചെയ്യൂല എന്നുള്ള ആർക്ക് വിശ്വാസമുണ്ടോ? അതിന്റെ കൂടെ എന്ത് ചെയ്യും? ഇബാദ എന്നുള്ള ഒരു ഹദീസും എത്രയോ കാലമായി പറഞ്ഞു വരുന്ന ഒരു പ്രക്രിയയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുകയോ സാധുക്കളായ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ തീർത്തു കൊടുക്കുകയോ ചെയ്യില്ല. നമുക്ക് മറ്റൊരു തഫ്സീർ എടുക്കാം. ബഹുമാനപ്പെട്ട
ഖാദി നാസിറുദ്ദീൻ ബൈളാവി റളിയല്ലാഹു തആല ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ വഫാത്തായി പോയ ബൈളാവി ഇമാമിന്റെ തഫ്സീർ അവർ പറയുകയാണ്, അവർ തെറ്റുകുറ്റങ്ങൾ ചെയ്തു, പാപങ്ങൾ കാരണമായിട്ട് മനസ്സിനെ ആക്രമിച്ചു. അങ്ങനെ ജാഊക ബിത്തൗബത്തി, അവർ തൗബയോടുകൂടെ അങ്ങയുടെ അടുക്കിലേക്ക് വന്നു. താഇബീന മിൻ ദാലിക, തൗബ ചെയ്തുകൊണ്ട് വന്നു. വസ്തഗ്ഫറുല്ലാഹ ബിത്തൗബത്തി വൽ ഇഖ്ലാസ്, ഇഖ്ലാസോടുകൂടെ തൗബ ചെയ്ത് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു അങ്ങയുടെ അടുക്കൽ വന്ന്. വസ്തഗ്ഫറ ലഹും റസൂലു, റസൂലാകുന്ന അങ്ങ് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. വഅതദറു ഇലൈക, അങ്ങയോട് വിഷമം പറഞ്ഞു. ഹത്തൻതസബത ലഹും ഷഫീഅൻ, അങ്ങ് അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ റെക്കമെൻഡറായി നിന്നു, ശുപാർശകനായി നിന്നു, ഇടയാളനായി നിന്നാൽ അല്ലാഹു തവ്വാബുർ റഹീമ, അല്ലാഹു തആലയെ അവർ തൗബ സ്വീകരിക്കുന്നവനായി എത്തിക്കുന്നതാണ്. ഇവിടെയും പറഞ്ഞു വലഞ്ഞപ്പോൾ വസ്തഗ്ഫർത ലഹും, വസ്തഗ്ഫർത ലഹും എന്ന് പറയാതെ വസ്തഗ്ഫറ ലഹും റസൂൽ പറഞ്ഞത് അങ്ങനെയല്ലേ ഖിയാസ് വേണ്ടത്? ജാഊക എന്ന് പറഞ്ഞ ഖിതാബല്ലേ? അപ്പൊ വസ്തഗ്ഫർത അങ്ങ് ഇസ്തിഗ്ഫാർ ചെയ്തു എന്ന് പറഞ്ഞതിന് പകരം റസൂൽ എന്ന ഒരു മഹത്വം, ഒരു സിഫത്ത് പറഞ്ഞിട്ട് റസൂൽ ഇസ്തിഗ്ഫാർ ചെയ്താൽ എന്ന് പറഞ്ഞപ്പോൾ തഫ്ഖീമൻ ലിശഅനിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഅനിനെ തഫ്ഖീം ചെയ്യാൻ, ബഹുമാനിക്കാനും വതൻബീഹൻ അലാ അന്ന മിൻ ഹഖ്ഖി റസൂലി അൻ യഖ്ബല ഇഅ്തിദാറ അത്താഇബി, അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾക്ക് കടമ അവരുടെ ഹഖ്ഖിൽപ്പെട്ടതാണ് ഈ തൗബ ചെയ്തു വരുന്ന ആളുടെ ആ ഉദുർ സ്വീകരിക്കലും. എത്ര പാപം വരുന്നവനാണ് ശരി, വയശ്ഫഅലഹു, അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യലും. വമിൻ മൻസിബിഹി അൻ യശ്ഫഅ ഫീ കബാഇരി ദുനൂബ്, വലിയ തെറ്റുകുറ്റങ്ങളിൽ വരെ റബ്ബിനു മുമ്പിൽ ശഫാഅത്ത് ചെയ്യൽ, റെക്കമെൻഡ് ചെയ്യൽ, ഇടയാളനാവൽ റസൂലുള്ളാഹി തങ്ങളുടെ ഹഖ്ഖിൽപ്പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട് പറയുകയാണ്. ഇത് നാസിറുദ്ദീൻ ബൈളാവി റളിയല്ലാഹു തആലയുടെ തഫ്സീറാണ്. ഇത് നമുക്ക് ഖാസിൻ, ബഹുമാനപ്പെട്ട തഫ്സീർ ഖാസിൻ എടുത്തു നോക്കാം. അതും അവരും ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ വഫാത്തായി പോയ മഹാനാണ്. വലൗ അന്നഹും യളമു അൻഫുസഹും, യാനി അവർ അല്ലദീന, ഈ ആളുകൾ, ഈ തെറ്റുകുറ്റം ചെയ്ത ആളുകൾ, വലമു അൻഫുസഹും, അവർ തെറ്റുകുറ്റങ്ങൾ ചെയ്തു, അവർ ജാഊക അങ്ങയുടെ അടുക്കിലേക്ക് വന്നു. താഇബീന, തൗബ ചെയ്തവരായ നിലക്ക് വന്നു. ഫസ്തഗ്ഫറുല്ലാഹ, അല്ലാഹുവോട് അവർ പൊറുക്കലിനെ തേടി. യാനി മിൻ ദാലിക ദംബി ബിൽ ഇഖ്ലാസി, ഇഖ്ലാസോട് കൂടെ തന്നെ, നല്ലോ ഇസ്തിഖ്ലാസോട് കൂടെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്തു. വസ്തഗ്ഫറ ലഹും റസൂലു, അവർക്ക് വേണ്ടി റസൂലാകുന്ന അങ്ങ് മാപ്പ് പറയുകയും അല്ലാഹുവോട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബുർ റഹീമ. അവിടെയും പറയുന്നു വലം യഖുൽ വഇന്നമാ ഖാല വസ്തഗ്ഫറ ലഹും റസൂലു വലം യഖുൽ വസ്തഗ്ഫർത ലഹും ഇജ്ലാലൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതഫ്ഖീമൻ വതഅളീമൻ ലിസ്തിഗ്ഫാരിഹി. റസൂലുള്ളാഹിന്റെ ഇസ്തിഗ്ഫാറിന് വല്ലാത്തൊരു പവർ ഉണ്ട്, അത് അറിയിക്കാൻ വേണ്ടിയുമാണ്. കാരണം അവർ വന്നിരിക്കുന്നത് إنهم إذا جاءوك فقد جاءوا من خصه الله برسالته ووحيه, അല്ലാഹുവിന്റെ റിസാലത്ത് കൊണ്ട് പ്രത്യേകമാക്കിയ ബഹുമാനം നൽകിയ ആളടുക്കലേക്കാണ്. അല്ലാഹു തട്ടില്ല. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, അവന്റെയും അവന്റെ സൃഷ്ടികളുടെയും ഇടയിൽ അല്ലാഹു മധ്യവർത്തിയാക്കി വെച്ച ആളുടെ അടുക്കലേക്കാണ്. അതുകൊണ്ട് തന്നെ വമൻ കാന കദാലിക ഫഇന്നല്ലാഹ ലാ യർദു ശഫാഅതു, ഇങ്ങനെയുള്ള ആളുകളടുത്ത് ചെന്നിട്ട് ശുപാർശ പറഞ്ഞാൽ, അവർ റബ്ബിനോട് ആവശ്യപ്പെട്ടാൽ റബ്ബ് തട്ടിക്കളയില്ല. ഇതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് ബഹുമാനപ്പെട്ട ഈ നസഫിയുടെ, ബഹുമാനപ്പെട്ട തഫ്സീർ നസഫി എന്ന് പരിശോധിച്ച് നോക്കാം. അവരും ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ വഫാത്ത് പോയ ആളാണ്. അവർ പറയുകയാണ് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക താഇബീന മിനൻ നിഫാഖി മുഅ്തദിരീന അമ്മർതകബു ബിനശ്ശിഖാഖി, അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെയും ഉദർ ബോധിപ്പിച്ച് തൗബ ചെയ്ത് അങ്ങയുടെ അടുക്കലേക്ക് വന്നു. വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂലു, റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി. ബിശ്ശഫാഅത്തി ലഹും, അവർക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് അല്ലാഹുവോട് പൊറുക്കലിനെ തേടിയാൽ ലവജദുല്ലാഹ തവ്വാബുർ റഹീമ. അവിടെയും പറഞ്ഞു വലം യഖുൽ വസ്തഗ്ഫർത ലഹും, വസ്തഗ്ഫർത ലഹും പറയാതെ വഅദലാൻ ഇലാ ത്വരീഖത്തിൽ ഇൽതിഫാത്തി തഫ്ഖീമൻ ലിശൈഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതഅളീമൻ ലിസ്തിഗ്ഫാരിഹി. റസൂലുള്ളാഹി തങ്ങളുടെ ഇസ്തിഗ്ഫാർ ചില്ലറ ഇസ്തിഗ്ഫാറല്ല, അത് പവറുണ്ട്. അതുകൊണ്ടാണ് വതൻബീഹൻ അലാ അന്ന ശഫാഅത മൻ ഇസ്മുഹു റസൂലു മിനല്ലാഹി ബിമക്കാനിൻ, എന്തുണർത്താൻ വേണ്ടിയാണ്? റസൂൽ എന്ന പേരുള്ള ഒരാളൊക്കെ അല്ലാഹുവോട് റെക്കമെൻഡ് ചെയ്താൽ അത് മിനല്ലാഹി ബിമക്കാൻ, അത് വല്ലാത്തൊരു സ്ഥാനത്താണ് എന്ന് അറിയിക്കാൻ വേണ്ടിയുമാണ്. നോക്കുക, ഈ വ്യാഖ്യാനങ്ങളിലൊക്കെയും നമ്മോട് പറയും. നമുക്ക് റൂഹുൽ മആനി എന്ന് എടുത്തു നോക്കാം. റൂഹുൽ മആനിയിൽ നമുക്ക് എന്താ പറയുന്നത് നോക്കാം. അവിടെയും പറയുന്നു, അത് പ്രശസ്തമായ തഫ്സീറാണല്ലോ.
വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക, അവർ തങ്ങളുടെ അടുക്കലേക്ക് വന്നു, വലായി ദുൽമിഹിം, അവരെ ആക്രമണം ചെയ്തതിന്റെ പിറകിലായി വന്നിട്ട് മുതവസ്സിലീന ബിക, അങ്ങയെ കൊണ്ട് തവസ്സുല് ചെയ്ത് അങ്ങയെ ഇടയാളനാക്കി അല്ലാഹുവിനേക്ക് പറയാൻ വേണ്ടി അങ്ങയുടെ അടുക്കിലേക്ക് വന്നാൽ അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളോട് വേണ്ടി അള്ളാഹുവോട് പാപബോധം നടത്തുകയും അവരെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തപ്പോൾ അങ്ങനെയായാൽ അവിടെയും പറഞ്ഞു എന്ത് തങ്ങളുടെ ഇസ്തിഗ്ഫാറിനെ തഅലീം ചെയ്തുകൊണ്ട് പറഞ്ഞു. നോക്കുക, ഞാൻ ഇവിടെ 6 വ്യാഖ്യാനങ്ങൾ വായിച്ചു. ഇതിലൊക്കെയും ആരും പറഞ്ഞിട്ടില്ല ഈ ആയത്ത്, ഈ ഒരു സന്ദേശം എന്നോട് ദുആ ചെയ്തോളൂ ഞാൻ ഉത്തരം ചെയ്യാം എന്ന് എതിരാന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹുവോട് ഉത്തരം ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് എന്തുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു ആദരിച്ച ബഹുമാനിച്ചവരുടെ ബർക്കത്തെടുക്കാനും അവർക്ക് ചെല്ലാനും അള്ളാഹു പറയുമ്പോൾ നമ്മളെന്തിനതിന് മാറി നിൽക്കണം? ഇത് മാറി നിൽക്കൽ അത് മുനാഫിഖുകളുടെ സ്വഭാവമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരും, റസൂൽ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊള്ളും എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും വേണ്ട, അറക്കമൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മുസ്തക്ബിരീങ്ങളായ അഹങ്കാരികളായി പോകുന്ന രീതി അത് മുനാഫിഖുകളുടെ സ്വഭാവമാണ്, മുസ്ലിങ്ങൾക്ക് പറ്റിയതല്ല എന്ന സന്ദേശം എല്ലാവരിലും എത്തിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.